ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുന്നതിന് മുമ്പ് നിരവധി ആളുകൾ എന്നോട് പല കാര്യത്തിലും തർക്കിച്ചിരുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വലിയ നേട്ടമുണ്ടാക്കും എന്നാണ് ആളുകളൊക്കെ വിചാരിച്ചിരുന്നത്. അതിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു തരംഗം ഇല്ല എന്നുള്ളത് ആളുകൾ വിലയിരുത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിനകത്തിട്ടത് ഡൽഹിയിൽ വലിയ എതിരഭിപ്രായം ഉണ്ടാക്കും എന്നാണ് ആളുകളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ പലരോടും ഞാൻ പറയുകയും ഞാൻ വീഡിയോകൾ തന്നെ എടുത്തിടുകയും ചെയ്തു. കാരണം ഡൽഹിയിൽ 1-2 സീറ്റുകളാണ് മാക്സിമം വന്നാൽ BJPക്ക് നഷ്ടപ്പെടുക. പക്ഷെ ഒരു കാരണവശാലും BJPക്ക് ഈ മറ്റ് അധികം സീറ്റുകൾ 7 സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലെന്നും മഹാഭൂരിപക്ഷം സീറ്റുകളിലും BJPയോട് ജയിക്കുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അവിടെ കോൺഗ്രസിൻ്റെയും അതുപോലെ ആം ആദ്മി പാർട്ടിയുടെയും സീറ്റുകൾ വോട്ട് ഷെയർ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വന്നാൽ 40% വോട്ട് ഷെയറാണ്, 40 പോയിന്റ് സംതിങ് ആയിട്ടുള്ള വോട്ട് ഷെയറാണ്. പക്ഷേ അതിനോടനുബന്ധിച്ച് ഏതാണ്ട് 18% വ്യത്യാസം, 20% വ്യത്യാസമാണ് പല മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ BJPയുമായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 20% സ്വിങ് ചെയ്യപ്പെടില്ല എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് അങ്ങനെ പറയാൻ എന്താണ് കാരണം എന്നുള്ളൊരു വിശദീകരണം പലപ്പോഴും ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതിന് കേരളവുമായും ചില ബന്ധങ്ങളുണ്ട്. ആ വിശദീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആം ആദ്മി പാർട്ടിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് അത് ഒരു പ്രോ ഹിന്ദുത്വ ലൈനിലുള്ള ഐഡിയോളജി തന്നെയാണ്. അതായത് നോട്ടുകളിൽ ലക്ഷ്മിയും സരസ്വതി ദേവിയൊക്കെ വെക്കണം എന്ന് പറയുന്ന, തീർത്ഥാടനത്തിന് ആളുകളെ സൗജന്യമായി കൊണ്ടുപോകുമെന്ന് പറയുന്ന, ഒരുപക്ഷെ BJPയേക്കാൾ ഗംഭീരമായി ആളുകളുടെ വോട്ട് കിട്ടാൻ എന്ത് അവതരിപ്പിക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം രാമക്ഷേത്രം BJP നിർമ്മിച്ചു, അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തി എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ കൊടുത്തിട്ടുള്ള ഒരു ഓഫർ എന്നെ ചിരിപ്പിച്ചു. കാരണം അദ്ദേഹം എത്ര ഗംഭീരനായ മാർക്കറ്റിംഗ് പേഴ്സൺ ആണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത്, ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ഞങ്ങൾ പഞ്ചാബിൽ നിന്നും അതുപോലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ തന്നെ, ഗുജറാത്തിൽ നിന്നും അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടെ നിന്ന് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരെ ഫ്രീ ആയി തീർത്ഥാടനത്തിന് ഈ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മളിപ്പോൾ ഒരാൾ ഫ്രീ ആയി ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭക്തരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കൊണ്ടുപോകുന്നവനോടല്ലേ നമുക്കൊരു അടുപ്പുണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് മറ്റേ ക്ഷേത്രം പണിത് വെച്ചവരോടല്ലല്ലോ കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അത്തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ നമ്മൾ ഡൽഹിയിൽ എന്തുകൊണ്ടാണ് അവർക്കൊരു നേട്ടമുണ്ടാകാതെ പോയതെന്ന് ചോദിച്ചാൽ, ഡൽഹിയിലെ ആളുകളെ ആശയപരമായി ഈ പ്രോ ഹിന്ദുത്വ ഐഡിയോളജിയിലേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് ഹിന്ദുത്വ ഐഡിയോളജിയിലേക്ക് ആളുകളുടെ വോട്ട് ഷെയർ എത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 50-56% വോട്ടുകൾ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയെങ്കിൽ ആ വോട്ട് ഷെയറിലേക്ക് ഉള്ള ആളുകളെല്ലാം ഈ പ്രോ ഹിന്ദുത്വ ഐഡിയോളജി പേറുന്നവരാണെങ്കിൽ, ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള 20%, അതായത് ഏതാണ്ട് 70-75% ആളുകളും ഈ പറയുന്ന ഒന്നില്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ പ്രോ ഹിന്ദുത്വ ഐഡിയോളജി പേറുന്നവരാണ്. ആ ഐഡിയോളജി പേറുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അരവിന്ദ് കെജ്രിവാളെ BJPക്കാർ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ ഫീലിങ്സ് ഒന്നും തോന്നില്ല. അവർ വളരെ കൃത്യമായി തീരുമാനിക്കാൻ പോകുന്നൊരു കാര്യം, അരവിന്ദ് കെജ്രിവാൾ സ്റ്റേറ്റ് ഭരിക്കട്ടെ എന്നും കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായി ഒരു ഹിന്ദുത്വ ഐഡിയോളജി പേറുന്ന, കാരണം അരവിന്ദ് കെജ്രിവാൾ ഇനിയിപ്പോൾ വോട്ട് കൊടുത്താൽ പോലും കേന്ദ്രം ഭരിക്കാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സ്റ്റേറ്റ് ഭരിച്ചോട്ടെ, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടി ഒരു ഹിന്ദുത്വ ഐഡിയോളജി കൈയാളുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന, കൃത്യമായ അതിൻ്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള BJP തന്നെ ഭരിക്കട്ടെ എന്നവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും കേജ്രിവാളിൻ്റെ അറസ്റ്റും ജയിലിൽ നിന്നുള്ള തിരിച്ചുവരവും അതിൻ്റെ പ്രചാരണത്തിനുമൊന്നും ഡൽഹിയിൽ ഉണ്ടാകാതെ പോയത്. ഇത് പറയുമ്പോൾ കേരളവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു ഹിന്ദുത്വ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ഐഡിയോളജി വളരെയധികം കൃത്യമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പിണറായി വിജയനും കോൺഗ്രസും ഇന്റർനാഷണൽ കോൺഗ്രസും ഒന്നും മനസ്സിലാക്കുന്നില്ല. അത് നേരത്തെ തന്നെ വളർന്നു തുടങ്ങിയതാണ്. കാരണം പല മണ്ഡലങ്ങളിലും 44-45% ഉണ്ടായിരുന്ന UDFിൻ്റെയും 40% കൂടുതലുണ്ടായിരുന്ന LDFിൻ്റെയൊക്കെ വോട്ട് ഷെയർ താഴ്ന്നു വരികയും 38% കിട്ടിയാൽ ആളുകൾ ജയിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഏതാണ്ട് ഒരു 15-20% വോട്ടുകൾ BJP പിടിക്കാവുന്ന ലെവലിലേക്ക് ഉയർന്നു വന്നതുകൊണ്ടാണ്. ഇത് കാണാതെ പോയതിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ സീറ്റ് കിട്ടാത്തതും ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടിയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.